ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജേക്കബ്സിൻ്റെ ദ മങ്കീസ് പോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ വൈറ്റ് ഫാമിലി. ദേ ലിവ് ഇൻ എ സ്മോൾ ഹൗസ് ഇൻ ഇംഗ്ലണ്ട്. ദ ഫാമിലി ഇൻക്ലൂഡ്സ് മിസ്റ്റർ വൈറ്റ്, മിസ്സസ് വൈറ്റ് ആൻഡ് ദെയർ സൺ ഹെർബർട്ട്. ഈ ഒരു സ്റ്റോറിയിൽ വൈറ്റ് ഫാമിലിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. ആ ഫാമിലിയിൽ 3 ആൾക്കാരാണുള്ളത്: മിസ്റ്റർ വൈറ്റ്, മിസ്സസ് വൈറ്റ്, അവരുടെ മകനായിട്ടുള്ള ഹെർബർട്ട്. വൺ ഈവനിങ് എ ഫ്രണ്ട് വിസിറ്റ്സ് ദം. ഹിസ് നെയിം ഈസ് സർജൻ മേജർ മോറിസ്. ഹി ഹാസ് ട്രാവൽ ടു ഇന്ത്യ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇവരുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള സർജൻറ്റ് മേജർ മോറിസ് ഇവരെ വിസിറ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നു. He tells them about a strange object he brought back. It is a monkey's paw. He says the paw can grant 3 wishes to its owner. അപ്പം ഈ സർജൻ മേജർ മോറിസ് ഈ വൈറ്റ് ഫാമിലി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കാണിക്കുന്നു. അതൊരു മങ്കീസ് പോ ആണ്, ഒരു കുരങ്ങൻ്റെ കൈപ്പത്തി. അത് ആകെ പഴകി ആകെ ദ്രവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പം അത് വെറും ഒരു മങ്കി പോ മാത്രമല്ല, അതിന് ഒരു മാജിക്കൽ പവർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 3 ആഗ്രഹങ്ങൾ ആ മങ്കീസ് പോയിനോട് പറയുകയാണെങ്കിൽ ആ 3 ആഗ്രഹങ്ങളും അത് നമുക്ക് സാധിച്ചു തരും. ബട്ട് ഹി വാണ്ട്സ് ദം ദാറ്റ് ദ വിഷസ് കം വിത്ത് എ പ്രൈസ്. ബാഡ് തിങ്സ് ഹാപ്പൻ വെൻ പീപ്പിൾ യൂസ് ഇറ്റ് ബിക്കോസ് എ ഫക്കീർ പ്ലേസ്ഡ് എ സ്പെൽ ഓൺ ദ പോ. അപ്പം ഇതിന് അതെന്താണ്, സർജൻ മേജർ മോറിസ് ഈ ഒരു മങ്കീസ് പോ വൈറ്റ് ഫാമിലീനെ കാണിക്കുന്നു. ഇതിനോട് 3 ആഗ്രഹങ്ങൾ ചോദിച്ചാൽ അത് സാധിച്ചു തരുമെന്ന് പറയുന്നു. പക്ഷേ എന്താണ്, അദ്ദേഹം വാൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഇത് സാധിച്ചു തരുന്നത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും അതിനോട് പറയുന്നത്. അത് നമുക്ക് സാധിച്ചു തരികയും ചെയ്യും. പക്ഷേ എന്താണ്, വളരെ നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് ആ ആഗ്രഹം സാധിച്ചു തരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ സ്റ്റോറിയുടെ ബാക്കി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതിനിങ്ങനെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ഫക്കീർ അതിലൊരു സ്പെൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു സന്യാസി ആ ഒരു മങ്കീസ് പോയിൽ ഒരു മന്ത്രം ചൊല്ലി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. മോറിസ് ത്രോ ദ പോ ഇൻ ടു ദ ഫയർ. മിസ്റ്റർ വൈറ്റ് ക്വിക്ക്ലി ടേക്സ് ഇറ്റ് ഔട്ട്. ഹി വാണ്ട്സ് ടു ട്രൈ ഇറ്റ്. അപ്പം മോറിസിന് അത് വേണ്ട. അപ്പോൾ അത് നശിപ്പിച്ച് കളയാന്നുള്ള രീതിയിൽ അവിടെ കണ്ടിരുന്ന ഒരു തീക്കകത്തോട്ട്, ഒരു ഫയറിനകത്തേക്ക് അദ്ദേഹം ആ മങ്കീസ് പോയി എടുത്തെറിയും. പക്ഷേ എന്താണ്, മിസ്റ്റർ വൈറ്റ് അത് ഓടി വന്ന് എടുക്കും. കാരണം എന്താണ്, അദ്ദേഹത്തിന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മോറിസ് വാൺസ് ഹിം അഗെയിൻ, ബട്ട് മിസ്റ്റർ വൈറ്റ് കീപ്സ് ദ പോ. മോറിസ് മിസ്റ്റർ വൈറ്റിനെ വാൺ ചെയ്യും. അത് നിങ്ങൾക്ക് നല്ലതിനല്ല, ദോഷം ചെയ്യുന്ന ഒന്നാണ്, അതിനെ നശിപ്പിച്ച് കളയുന്നതായിരിക്കും നല്ലത്, അത് ഉപയോഗിക്കരുതെന്ന് വാൺ ചെയ്യും. പക്ഷേ മിസ്റ്റർ വൈറ്റിൻ്റെ ഒരു അത്യാഗ്രഹം കാരണം അദ്ദേഹം അത് എടുക്കും. ഈ വൈറ്റ് ഫാമിലി അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും അത് അവരുടെ ഒരു അത്യാഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് നൈറ്റ് മിസ്റ്റർ വൈറ്റ് വിഷസ് ഫോർ 200 pounds. നത്തിങ് ഹാപ്പൻസ് അറ്റ് ഫസ്റ്റ്. ദേ ഓൾ ഗോ ടു ബെഡ്. അപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ ഒരു 2000 pound അത്രയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹം ഈ മങ്കീസ് പോയിനോട് പറയുന്നു. പക്ഷേ അന്ന് അവർക്ക് പൈസയൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരത് വിചാരിച്ചെന്താണ്, ഈ സർജൻ മേജർ മോറിസ് ഇവരെ പറ്റിച്ചതാണ്, ഇത് അങ്ങനത്തെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നവർക്ക് മനസ്സിലായി. അവർ പോയി കിടന്ന് ഉറങ്ങി. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പാർട്ട് 2ൽ എന്താ പറയുന്നത് നോക്കാം. ദ നെക്സ്റ്റ് ഡേ ഹെർബർട്ട് ഗോസ് ടു വർക്ക് അറ്റ് ദ ഫാക്ടറി. അപ്പം ഹെർബർട്ട് ആണല്ലോ മിസ്റ്റർ വൈറ്റിൻ്റെ മിസ്സിസ് വൈറ്റിൻ്റെ മകനായിട്ടുള്ള ഹെർബർട്ട്. അദ്ദേഹം മോ ആൻഡ് മെഗിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, മോ ആൻഡ് മെഗിൻസ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹെർബർട്ട്. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനായിട്ട് പോയി. അച്ഛനും അമ്മ വീട്ടിലുണ്ട്. ലേറ്റർ ദാറ്റ് ഡേ മിസ്സസ് വൈറ്റ് നോട്ടീസസ് എ സ്ട്രേഞ്ചർ ഔട്ട്സൈഡ് ഡ്രസ്ഡ് ഇൻ നൈസ് ക്ലോത്ത്സ്. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും മിസ്സസ് വൈറ്റ് ഇങ്ങനെ വീടിന് മുറ്റത്തിരിക്കുമായിരുന്നു. തിണ്ണയിലിരുന്നപ്പോഴത്തേക്കിനും ഒരു സ്ട്രേഞ്ചർ ഇവരുടെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. ദ സ്ട്രേഞ്ചർ ഹെസിറ്റൻ്റ്ലി അപ്രോച്ചസ് ദെയർ ഗേറ്റ് 3 times ബിഫോർ ഓപ്പണിങ് ഇറ്റ് ആൻഡ് കമ്മിങ് അപ്പ് ടു ദ ഡോർ. അപ്പം ആ സ്ട്രേഞ്ചർ ആകെ കയറി അകത്തേക്ക് വരണോ അത് പോകണോ, അങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. അവസാനം അദ്ദേഹം ഗേറ്റ് തുറന്ന് ഇവരുടെ വീടിനടുത്തേക്ക് വന്നു. He nervously states that he is a representative Mo and Meggins. അപ്പം
ഈ മിസ്റ്റർ വൈറ്റിൻ്റെ മകൻ ഹെർബർട്ട് ജോലി ചെയ്യുന്ന മോ ആൻഡ് മെഗിൻസ് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു വർക്കറാണ് അദ്ദേഹം, ആ ഒരു സ്ട്രേഞ്ചർ. അപ്പോൾ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ വന്നപ്പോഴത്തേനും എന്താണ് മിസ്സസ് വൈറ്റ് ആസ്ക് വെദർ ഹെർബർട്ട് ഈസ് ഓൾ റൈറ്റ് ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് സെയ്സ് ഹീ ഈസ് ഹേർട്ട് ബട്ട് ഇൻ നോ പെയിൻ. അപ്പം മകൻ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നും എന്താണ് അസ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും മിസ്റ്റർ വൈറ്റിനും മിസ്സസ് വൈറ്റിനും ആകെ ഒരു ടെൻഷനായി. അപ്പം മിസ്സസ് വൈറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, ഹെർബർട്ട് ഓക്കെ അല്ലേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം പറയുവാണ്, ആ സ്റ്റാഫ് പറയുവാണ്, ഹീ ഈസ് ഹെർട്ട് ബട്ട് ഇൻ നോ പെയിൻ. അവന് ഹെർട്ട് ചെയ്തു, പക്ഷെ എന്താണ് അവനിപ്പം വേദന അനുഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അവൻ മരിച്ചുപോയി, ഹെർബർട്ട് മരിച്ചുപോയി. For a moment, Mrs. White feels relieved until she realizes that Herbert feels no pain because he is dead. അപ്പം ഹെർട്ടായി, പക്ഷേ പെയിൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മിസ്സസ് വൈറ്റിന് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് മനസ്സിലായി ഹെർബർട്ട് മരിച്ചു എന്നുള്ളത്. ദ റെപ്രസെൻറ്റേറ്റീവ് സെയ്സ് ദാറ്റ് ഹെർബർട്ട് വാസ് കോട്ട് ഇൻ ദ മിഷനറി. മിഷനകത്ത്, കമ്പനിയിലെ ഒരു മിഷനകത്ത് പെട്ട് ഹെർബർട്ട് മരിച്ചുപോയി. ആഫ്റ്റർ എ പോസ്, മിസ്റ്റർ വൈറ്റ് സെയ്സ് ദാറ്റ് ഹെർബർട്ട് വാസ് ദ ഓൺലി ചൈൽഡ് ദേ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ എന്താണ്, ഹെർബർട്ട് മിസ്റ്റർ വൈറ്റിൻ്റെയും മിസ്സിസ് വൈറ്റിൻ്റെയും ഏക മകനായിരുന്നു, അവനാണ് ഇപ്പം മരിച്ചു പോയിരിക്കുന്നത്. ദ സ്ട്രേഞ്ചർ ദെൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ കമ്പനി വിൽ നോട്ട് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡെത്ത് ബട്ട് വിൽ ഗീവ് ദ വൈറ്റ്സ് £200 ആസ് കോമ്പൻസേഷൻ. ദിസ് ഈസ് ദ സെയിം എമൗണ്ട് ദേ വിഷ്ഡ് ഫോർ മിസ്സസ് വൈറ്റ് ട്രീക്സ് ആൻഡ് മിസ്റ്റർ വൈറ്റ് ഫെയിൻസ്. അപ്പം മിസ്റ്റർ വൈറ്റും മിസ്സസ് വൈറ്റും ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുകയാണ്. അപ്പം ആ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ മോ ആൻഡ് മെഗിൻസ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന ആ വ്യക്തി പറയുവാണ്, എന്താണ് ഹെർബർട്ട് മരിച്ചത് ഇവരുടെ ഒരു പിഴവുകൾ കൊണ്ടല്ല, അവൻ്റെ തന്നെ എന്താണ് പിഴവ് കൊണ്ടാണ് അവൻ മെഷീനിൽപ്പെട്ട് മരിച്ചു പോയത്. പക്ഷെ എങ്കിലും എന്താണ് കമ്പനി കോമ്പൻസേഷനായിട്ട് £200 ഈ ഫാമിലിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ എന്താണ് തലേ ദിവസം ഇവർ മങ്കീസ് ബോയോട് ചോദിച്ച £200 ഈ ഒരു രീതിയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, £200 അവർ മങ്കീസ് ബോയോട് ചോദിച്ചത്. ആ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തു. പക്ഷേ എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബാഡായിട്ടുള്ള രീതിയിലാണ് അവരിലേക്ക് അത് എത്തിച്ചത്. £200 വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, £200 കൊടുത്തു, പക്ഷേ തൻ്റെ മകൻ്റെ മരണത്തിലൂടെയാണ് ആ ഒരു പൈസ അവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് പാർട്ട് 2 അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കേട്ട് പെട്ടെന്ന് എന്താണ് മിസ്സിസ് വൈറ്റിനും മിസ്റ്റർ വൈറ്റിനും ഒക്കെ എന്താണ് ബോധം പോവുകയും അവർ അലറി വിളിക്കുകയും കരയുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെയാണ് പാർട്ട് 2 അവസാനിക്കുന്നത്. ഇനി പാർട്ട് 3. മിസ്റ്റർ വൈറ്റ് ആൻഡ് മിസ്സസ് വൈറ്റ് ആർ ഹാർട്ട് ബ്രോക്കൺ. ഡേയ്സ് ലേറ്റർ മിസ്സസ് വൈറ്റ് ടെൽസ് മിസ്റ്റർ വൈറ്റ് ടു യൂസ് ദ സെക്കൻഡ് വിഷ്. അപ്പോൾ കുറേ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. മകൻ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ അച്ഛനും അമ്മയും ഇങ്ങനെ കഴിയാണ്. അപ്പം മിസ്സിസ് വൈറ്റ് മിസ്റ്റർ വൈറ്റിനോട് പറയുവാണ്, ആ മങ്കീസ് ബോയ് ഉണ്ടല്ലോ, ഞാൻ മറന്നു പോയായിരുന്നു അതിൻ്റെ കാര്യം, അതിന് ഒരു വിഷ് മാത്രമല്ല നമ്മൾ പറഞ്ഞുള്ളൂ, ഇനി നമുക്ക് എന്താണ് അടുത്ത വിഷ് ചോദിക്കാം. ഷീ വാണ്ട്സ് ഹെർ സൺ ബാക്ക്. അല്ലേ, തൻ്റെ മകനായിട്ടുള്ള ഹെർബർട്ടിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ മങ്കീസ് ബോയ്ക്ക് കഴിയും. അപ്പോൾ രണ്ടാമത്തെ ആഗ്രഹമായിട്ട് മകന് ജീവൻ വെപ്പിച്ച് തരണമെന്ന് നമുക്ക് ചോദിക്കാമെന്ന് പറയുന്നു. മിസ്റ്റർ വൈറ്റ് ഈസ് കയേഡ് ബട്ട് ഹി മേക്സ് ദ വിഷ്. അപ്പം മിസ്റ്റർ വൈറ്റിന് അതിനോടൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, കാരണം നെഗറ്റീവായിട്ട് ഇത് എഫക്റ്റ് ചെയ്യത്തുള്ളല്ലോ. അപ്പം മകൻ തിരിച്ചു വരും, പക്ഷേ എന്താണ് പഴയൊരു മകനായിട്ടായിരിക്കില്ല ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പം മിസ്റ്റർ വൈറ്റിന് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും മിസ്സിസ് വൈറ്റ് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ആ മങ്കീസ് ബോയിനോട് രണ്ടാമത്തെ ആഗ്രഹവും ചോദിക്കുന്നു. മകനെ ജീവനോടെ പിന്നെയും തിരിച്ചു തരിക എന്നാണ് രണ്ടാമത്തെ ആഗ്രഹം. ലേറ്റർ ദാറ്റ് നൈറ്റ് സമ്മൺ നോക്സ് ഓൺ ദ ഡോർ. അപ്പം അന്ന് രാത്രി എന്താണ് രാത്രി ആയപ്പോഴത്തേനും ആരോ കതകിൽ വന്ന് തട്ടുവാണ്. ദ നോക്കിംഗ് ഗെറ്റ്സ് ലൗഡർ. സമയം കഴിയും തോറും ആ ഒരു നോക്കിംഗ്, ആ കതകിൽ തട്ടുന്നതിൻ്റെ ഒച്ച കൂടി വന്നു. മിസ്സിസ് വൈറ്റ് ഈസ് ഷുവർ ഇറ്റ് ഈസ് ഹെർബർട്ട്. അപ്പം മിസ്സിസ് വൈറ്റിന് മനസ്സിലായി, അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി എന്താണ് ഹെർബർട്ട് വന്നിട്ടുണ്ട്. ഷീ ട്രൈസ് ടു ഓപ്പൺ ദ ഡോർ. അപ്പം മിസ്സിസ് വൈറ്റ് അമ്മയാണ്. അപ്പം മകൻ എങ്ങനെയായാലും തിരിച്ചു വന്ന് അവനെ സ്വീകരിക്കാനായിട്ട്, മകനല്ലേ പേടിയൊന്നുമില്ല, അപ്പോൾ അമ്മ അവനെ സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് ഓടി. മിസ്റ്റർ വൈറ്റ് ഈസ് ടെറിഫൈഡ്. ഹി ബിലീവ്സ് ദെയർ സൺ വിൽ കം ബാക്ക് ആസ് സംതിങ് ഹൊറിബിൾ. മിസ്റ്റർ വൈറ്റിന് പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. തൻ്റെ മകനാണ്, പക്ഷേ എന്താണ് ഈ പോയോട് ആഗ്രഹം ചോദിച്ചാൽ, മങ്കീസ് പോയിനോട് ആഗ്രഹം ചോദിച്ചാൽ നെഗറ്റീവായിട്ടേ നമുക്കത് സാധിച്ചു തരുള്ളൂ. അപ്പം സ്വന്തം മകനാണെങ്കിൽ പോലും ഇപ്പോൾ തിരിച്ചു വരുന്നത് മറ്റൊരു
രീതിയിലായിരിക്കും. അമ്മയാണോ അച്ഛനാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റാതെ, ജീവൻ കൊടുക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ജീവൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്ത് രീതിയിലായിരിക്കും വന്നിരിക്കുക എന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ബിഫോർ മിസ്സിസ് വൈറ്റ് ക്യാൻ ഓപ്പൺ ദി ഡോർ മിസ്റ്റർ വൈറ്റ് യൂസസ് ദി തേർഡ് ആൻഡ് ഫൈനൽ വിഷ്. മിസ്സിസ് വൈറ്റ് എന്താണ് പോയി ഡോറ് തുറക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് മിസ്റ്റർ വൈറ്റ് ഏറ്റവും അവസാനത്തെ വിഷും മങ്കീസ് പോനോട് പറഞ്ഞു. പക്ഷേ എന്താണ് പറഞ്ഞത് എന്ന് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നില്ല. എന്താഗ്രഹമാണ് ഫൈനലി പറഞ്ഞതെന്ന് പറയുന്നില്ല. പക്ഷേ എന്തോ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. ദ നോക്കിംഗ് സഡൻലി സ്റ്റോപ്സ് വെൻ മിസ്സസ് വൈറ്റ് ഓപ്പൺസ് ദ ഡോർ. നോ വൺ ഈസ് ദെയർ. ദ റോഡ് ഈസ് എംപ്റ്റി. മിസ്സസ് വൈറ്റ് ഡോറ് തുറന്നപ്പോൾ എന്താണ് അവിടെ ഒന്നും കണ്ടില്ല. മൂന്നാമത്തെ വിഷ് മിസ്റ്റർ വൈറ്റ് മങ്കീസ് പോനോട് പറഞ്ഞു. എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ മിസ്സസ് വൈറ്റ് ഡോർ തുറന്ന് നോക്കിയപ്പോൾ പുറത്തൊന്നും ഇല്ലായിരുന്നു. റോഡ് എംപ്റ്റി ആയിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.